ഹായ്, എസ് പി അരുളാണ്. തിരുവനന്തപുരം നഗരസഭാ ഭരണം BJPക്ക് കിട്ടിയതിന് ശേഷം BJP വന്നാൽ മാറാത്തത് മാറും എന്നാണ് അവകാശമാണ്. മാറാത്തതൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ശരിയല്ല, ഒരു ദൃശ്യം കാണിച്ചു തരാം. ഇപ്പോൾ തലസ്ഥാനത്തിന്റെ ഈ മാലിന്യത്തിന്റെ അവസ്ഥ ഇപ്പോൾ രാവിലെ നടക്കാൻ വന്നപ്പോൾ കണ്ടു. ഒന്ന് കാട്ടിത്തരാം. കിടക്കുന്ന കേട്ടോ. മാറാത്തതൊക്കെ ഇപ്പോൾ വലിച്ച് ഒരു അടുക്ക് ചിട്ടയില്ലാതെ വലിച്ചെറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എല്ലാം മാറി തുടങ്ങിയതല്ല, നാറാത്തതെല്ലാം നാറി തുടങ്ങിയിട്ടുണ്ട്. സംവിധാനങ്ങളെല്ലാം കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കണ്ട എല്ലാ സംവിധാനവും വേസ്റ്റ് ഇടക്കമൊക്കെ കൊണ്ടുവന്ന് ചാക്കി കെട്ടിക്കൊണ്ടുവന്ന് കളയക്കുവാണ് കാണിച്ചു എന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞ. ഒരു സംവിധാനം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ പ്രവർത്തനം വിലയിരുത്തേണ്ടത് എന്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആണെന്ന് പറയുന്നത്. ഇന്നലകളിൽ കാണാത്ത കാഴ്ചകൾ നിങ്ങൾ കണ്ടു എന്ന് കാണിക്കുകയല്ലേ വേണ്ടത്. ഇത് നമ്മൾ സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്തപ്പോൾ ഇതാ തൃശ്ശൂരിൽ വലിയ മാറ്റം വരാൻ പോകുന്നത് പറച്ചിലല്ലാതെ ഒരു ചുക്കുണ്ടായി. അത് തന്നെയാണ് തിരുവനന്തപുരം VV രാജേഷ് മേയർ ആയതിനു ശേഷം ഡൽഹി ടൂറൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ട്രെയിനിൽ വളരെ സാധാരണക്കാരനെ പോലെ തിരിച്ച് ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിലൊക്കെ വരുന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരും. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? നമ്മുടെ നാട്ടിൽ ചില സിസ്റ്റംസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെല്ലാം ഞങ്ങൾ മാറ്റിത്തരാം. എങ്ങനെ മാറ്റിത്തരാം? ഇതുപോലുള്ള രീതി വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ കേരളത്തെ മാറ്റിത്തരാം. ഈ അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരം ദൃശ്യങ്ങൾ ഇതുപോലെ പുറത്തു വന്നു. ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല, എല്ലായിടങ്ങളിലും ഈ ഗതികേടിലേക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, എല്ലാവരും മാലിന്യങ്ങൾ കൃത്യമായ റോഡിൽ തന്നെ വലിച്ചെറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പുതിയ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും മനസ്സിലായില്ലേ? അപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയൊക്കെ നോക്കിക്കാണുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ചെയ്യാനായിട്ട് ആദ്യം സ്വന്തം വീട്ടിലെങ്കിലും ചെയ്തിട്ട്, ഇതൊന്നും വീട്ടിൽ പോലും ചെയ്യാത്തവർ ഒരു നാടിന്റെ ഭരണം കിട്ടിയാൽ ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിന് ക്യാമറ വേണം. ക്യാമറ ഉണ്ടോ? ഇവർ ഇതിനെല്ലാത്തിലും വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നതാണ്. അതിനപ്പുറത്തേക്ക് ക്യാമറ ഇല്ല, ഈ ഗതികേടാണ്. 5 വർഷം മൂക്കും പൊത്താതെ നടക്കാൻ പറ്റാത്തൊരു കേരളം മാറാത്തത് മാറുമെന്നല്ല, നാറാത്തത് നാറും എന്ന അവസ്ഥയിലേക്ക് എത്താൻ പോകുന്നു എന്നതിൻ്റെയൊക്കെ ചെറിയ സാക്ഷ്യമാണ്. ഇതൊക്കെ കാണുമ്പോൾ എടുത്ത് വിമർശിക്കുന്നത്